ആരാ? നമ്മളാരാ? ഞാൻ എവിടത്തെയാ? നിങ്ങളാരാ? ഞാൻ ഹാജിയാര്. ഹാജിയാരോ? ബാപ്പാ, ഒരു ഹാജിയാരോ വന്നിരിക്കണ? ഞാൻ ഹാജിയാരല്ല, കുട്ടിയുടെ ഹാജിയാര് വാപ്പയെ കാണാൻ വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയോ? ആ, സത്യമായിട്ടും കുഞ്ഞാലിക്കുട്ടി. ആരാ? കുഞ്ഞാലിക്കുട്ടിയോ? മോളെ, ഇത് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി. ഇതെന്റെ മോള് മുംതാസ്. നമസ്കാരം. വാ, അകത്തിരിക്കാം. മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുത്തു. മോൻ വന്നേ പിന്നെ ബാപ്പ 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. മോനെ കാണാതെ ബാപ്പയ്ക്ക് ഇരിക്കപ്പുറത്തില്ലെന്നാ തോന്നണേ. ബാപ്പയ്ക്ക് എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണം. തടിമില്ലി പോയാ കുഞ്ഞാലിക്കുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ എത്തും. വീട്ടിലാണെങ്കിൽ പിന്നെ എപ്പോഴും കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി. അലിയാരി മാസ്റ്ററുടെ കൂടെയുള്ള താമസം എങ്ങനെ? സുഖമാണല്ലോ? എടോ ദരിദ്രവാസി മാഷേ, ഹാജിയാരല്ലേ ആറാം പുറത്തം പറഞ്ഞാൽ എന്നെ അനുസരിക്കാത്തവൻ ഈ നിമിഷോട് ഇറങ്ങിക്കോണം. എന്നാ തന്റെ പാണ്ഡം ഇറങ്ങിപ്പോടോ. പരമസുഖം. ആള് ശുദ്ധനാണ്, ഭർത്താനം കുറച്ച് അധികം, അത്രേ ഉള്ളൂ. മോനിരിക്കെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ സുഖമായി ഇവിടെ എത്തിച്ചേർന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. ബാപ്പ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമായിരുന്നില്ല. എപ്പോഴും ബാപ്പയെ കുറിച്ച് പറയാനേ ആജിയാർക്ക് നേരമുള്ളൂ. എല്ലാം പടച്ചോന്റെ അനുഗ്രഹം. തൽക്കാലം വേറെ വിശേഷം ഒന്നുമില്ല. കത്തു ചുരുക്കുന്നു എന്ന് സ്വന്തം മകൻ കുഞ്ഞാലിക്കുട്ടി. ഇപ്പൊ എങ്ങനെയുണ്ടടി സൂര? ദുബായിലേ പോവൂ എന്ന് ഇവിടെ കിടന്ന് വിളിച്ചു പോവില്ലേ? ഇതാണ് പറയണത്. മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്കായും ആദ്യം കായ്ക്കും, പിന്നെ മധുരയ്ക്കും. നീ പറഞ്ഞത് ശരിയാ. ഗൗരിക്കുട്ടി ഇത് വാങ്ങണം. ഗൗരിക്കുട്ടിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. പാവം ഗൗരിക്കുട്ടി ഇത് വാങ്ങണം, ഇല്ലെങ്കിൽ ഇവന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാവും. ഇപ്പൊ തന്നെ ഊണില്ല, ഉറക്കമില്ല. ഗൗരിക്കുട്ടിയോട് പ്രേമാണ് അത്രേ, അല്ലടാ? പിന്നെ ഭയങ്കര പ്രേമം. ഇനിയും എന്നെ ശല്യം ചെയ്താ ഞാൻ ഏട്ടന്മാരോട് പറയും. നിന്റെ ചേട്ടന്മാരാ? ഇവിടുത്തെ രാജാക്കന്മാരാ?
ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. കേറാ. കുഞ്ഞാലിക്കുട്ടി എവിടെ? കുഞ്ഞാലിക്കുട്ടിയെ ഒരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. വെയിലാറുമ്പോ എടുത്തോണ്ട് പോകും. പണി നോക്കി പോടൂ. അകത്തുണ്ട്, അകത്തുണ്ട്. വരാനല്ലേ പറഞ്ഞു എന്താ വേണ്ട? എങ്ങോട്ട് കൊണ്ടുപോകുന്നു? മലപ്പുറത്തേക്ക്. എന്തിനു കൊണ്ടുപോകുന്നു? ഉണക്കാൻ. ഹാജിയാരെ! ഹാജിയാരെ! മാഷാണല്ലേ? ആരാ നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ഹാജിയാരല്ലേ? മറുപടി പെട്ടെന്നാവുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാനത്ര നല്ലവനല്ല. ഒന്ന് ചോദിച്ച് അടുത്തതിന് ഇതാ എന്റെ ശീലം. പറഞ്ഞോ, നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാനല്ല, അങ്ങനെ ഒരു ക്ഷേത്രവും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. കള്ളം. ഞാൻ കണ്ടതാ. ഇവൻ തന്നെ. ശങ്കരന് ആള് തെറ്റിട്ടില്ല. ഇവന്റെ മുഖം കണ്ടാൽ അറിയാം. ഇവനെ ഞാൻ ദയവായി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കൂ. എന്തായത്? എന്തിനാ അവനെ പിടിച്ചോണ്ട് വന്നത്? ന്യായാധിപനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വരണം വരണം. എന്നെ തോൽപ്പിക്കാൻ പടച്ചോനോട് തന്നെ പക വീട്ടണോ ഹാജിയാരെ? മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയാ. വലിയ കുറുപ്പത്തെ ആചാരങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ആരായാലും അവന്റെ കൈയും കാലും മുറിച്ചേ വിടൂ. മനസ്സിലായില്ലേ? കുറുപ്പത്ത് കുടുംബക്ഷേത്രത്തിൽ കയറി ആചാരങ്ങൾ തെറ്റിച്ചവനായവൻ. ഇത് പച്ചക്കള്ളമാണ്. കുറുപ്പേ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് തെറ്റിച്ചത് ആരായാലും അതിന്റെ ശിക്ഷയും നടപ്പിലാക്കാം. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റി. ഇതെന്റെ സ്കൂളിലെ മാസ്റ്ററാണ് കുഞ്ഞാലിക്കുട്ടി. ഓരോ ഇസ്ലാമാണ്. ഒരു ഇസ്ലാമിന് ഇങ്ങനെ ക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയേണ്ടത്. കണ്ടവരുണ്ട് ക്ഷേത്രത്തിലെ കാര്യക്കാരൻ. ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ കുഞ്ഞുമകൾ, അവൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വീര, വിളിച്ചോണ്ട് വാ അവളെ. കുഞ്ഞിങ് വന്നോട്ടെ, കാണാം. കുട്ടി, ഇവൻ തന്നെയല്ലേ ക്ഷേത്രത്തിൽ കയറിയത്? കുട്ടി കണ്ടോ ഈ കുഞ്ഞാലിക്കുട്ടി നിങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? പറ, ഇവൻ തന്നെയല്ലേ? അല്ല, ഇയാളല്ല. കുഞ്ഞ് ശരിക്കും നോക്കിയേ, നാളികേരം ഉണച്ച് തിരിഞ്ഞോടി ഇയാൾ തന്നെയാ. എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല. എന്നോടുള്ള പക തീർക്കാനാണ് ഈ പുറപ്പാടെങ്കിൽ
അത് പാവങ്ങളോട് വേണ്ട. വലിയവനാകാൻ മസിൽ വളർന്നാ പോരാ, മനസ്സ് വളരണം. കുഞ്ഞാലിക്കുട്ടി വാ. സത്യമായിട്ടും ഗൗരി കുഞ്ഞിന് ആള് തെറ്റിയതാ. നാളികേരം ഉറച്ചത് അവൻ തന്നെയാ. അയാളൊരു മുസ്ലിം ആയിട്ടോ എന്റെ ക്ഷേത്രത്തിൽ കയറിയത് ഒരുപക്ഷേ എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല 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 ഇയാളല്ല. ഗൗരി കുഞ്ഞെ, ഇത് ചതിയാണ്, കൊടുംചതി. കുറുപ്പത്ത് ഭഗവതിയുടെ പടച്ചോറ് നിന്നാണ് ഞാൻ മറന്നത്. എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്താ കാര്യം? ക്ഷേത്രത്തിൽ കയറി നാളികേരം ഉടച്ചത് അവനാണെന്ന കാര്യം കുഞ്ഞിന് അറിയാവുന്ന കാര്യവും എനിക്കറിയാം. ആര് പറഞ്ഞു? കേട്ടില്ലേ ഹാജര് പറഞ്ഞത്? അയാളൊരു ഇസ്ലാമാ. ആള് തെറ്റിയത് ശങ്കരനാ, എനിക്കല്ല. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞാ, അത് അവൻ തന്നെയാ. ശങ്കരൻ ഒരിക്കൽ കണ്ടാൽ ആളെ മറക്കൂല. കുഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ.